നമുക്കൊപ്പം അഡ്വക്കേറ്റ് വൈ വിനോദ് കുമാർ ചേരുകയാണ്. അദ്ദേഹം പ്രഭാഷകനും എഴുത്തുകാരനുമാണ്. അദ്ദേഹമാണ് ശബരിമലയിലെ ചടങ്ങുകൾ നമുക്കായി വിശദീകരിക്കുന്നത്. ശ്രീ വിനോദ്, ഈ ശബരിമല തീർത്ഥാടനത്തെ സംബന്ധിച്ചിടത്തോളം ഓരോ അയ്യപ്പ ഭക്തനും ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന സമയത്താണ് നമ്മൾ എത്തി നിൽക്കുന്നത്. അത് ഈ മകരജ്യോതി ദർശനവും സർവാഭരണ വിഭൂഷിതനായ അയ്യപ്പനെ കാണുക എന്നുള്ള ഈ ഒരു പ്രത്യേക മുഹൂർത്തമുണ്ടല്ലോ, അതിന്റെയൊക്കെ പ്രത്യേകതകളൊന്ന് പറഞ്ഞു തുടങ്ങാം നമുക്ക്. സ്വാമിയേ ശരണമയ്യപ്പ. ഇപ്പോൾ തിരുവാഭരണ പേടകങ്ങളെ സ്വീകരിക്കാനായി ദേവസ്വം ഭാരവാഹികളും മറ്റും അങ്ങോട്ട് പോകുന്നത് നമ്മൾ വിഷ്വൽസിൽ കാണുന്നുണ്ട്. ദേവസ്വം ബോർഡിന്റെ ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ഏകദേശം 1,17,000-ഓളം ആളുകൾ ഇന്നലെ ദർശനം നടത്തിയിട്ടുണ്ട്. ഇതിൽ ഭൂരിഭാഗം ആളുകളും സന്നിധാനത്തിന്റെയും മറ്റു വിവിധ ഭാഗങ്ങളിൽ 9ഓളം വ്യൂ പോയിന്റുകൾ ഇവിടെയുണ്ട്. ആ വ്യൂ പോയിന്റുകളിലൊക്കെ കാത്തു നിൽക്കുകയാണ് ദർശന പുണ്യമായി. ഇപ്പോൾ 3 പേടകങ്ങൾ, നമ്മൾ ആകാംക്ഷയോടെ ഭക്തിപൂർവ്വം കാത്തിരിക്കുന്ന 3 പേടകങ്ങൾ വരികയാണ്. ധനുമാസം 28-ാം തീയതി പന്തളം കൊട്ടാരത്തിൽ നിന്ന് പുറപ്പെട്ട് മകരം 1-ന്, അത് ഏതാനും നിമിഷങ്ങൾക്ക് ആ നിമിഷം ആഗതമാവുകയാണ്. ആ നിമിഷത്തിന് അയ്യന് ചാർത്താൻ വേണ്ടി തിരുവാഭരണങ്ങൾ അടങ്ങിയ 3 പേടകം വരികയാണ്. നമ്മളെ പ്രതിനിധികൾ, ദേവസ്വം ബോർഡിന്റെ പ്രതിനിധികൾ അങ്ങോട്ട് സ്വീകരിക്കാൻ പോയിരിക്കുന്നു. ഈ 3 പേടകങ്ങൾ, ഒന്നാമത്തെ തിരുവാഭരണ പെട്ടിയെന്നും, രണ്ടാമത്തേത് വെള്ളിപ്പെട്ടിയെന്നും, മൂന്നാമത്തേത് കൊടിപ്പെട്ടിയെന്നും പറയപ്പെടും. ഈ പേടകങ്ങളിൽ പന്തള രാജാവ് തന്റെ മകന് ചാർത്താനുള്ള ആഭരണങ്ങളാണ് കൊടുത്തയച്ചിരിക്കുന്നത്. നമുക്കറിയാം, ലൗകിക സുഖങ്ങൾ വെടിഞ്ഞ് അവസാനം പരമപദത്തിലേക്ക് വിലയം പ്രാപിക്കുന്ന ആ മകനെ ഒരു രാജാവായി ഒരു നിമിഷമെങ്കിലും ഒരു ദിവസമെങ്കിലും കാണണം എന്ന ഒരു പിതാവിന്റെ ആഗ്രഹപ്രകാരം പിതാവ് കൊടുത്തയച്ച ആഭരണങ്ങളാണ് ഈ പെട്ടിയിലൊക്കെ ഉള്ളത്. അത് ആദ്യത്തെ പെട്ടിയിൽ ഉള്ളത് കിരീടത്തോടും മീശയോടും കൂടിയ തിരുമുഖമാണ്. ഈ കിരീടത്തോടും മീശയോടും എന്ന് പറയാൻ കാരണം, സർവാഭരണ വിഭൂഷണനായിരിക്കുന്ന ആ മണികണ്ഠൻ ഒരു രാജപദവിയിൽ തന്നെ, ഒരു യോദ്ധാവായി തന്നെ, ഒരു സൈനികനായി തന്നെ, രാജ്യത്തെ നയിക്കുന്ന സൈനികനായി, യോദ്ധാവായി കാണണം എന്ന പിതാവിന്റെ ആഗ്രഹപ്രകാരമാണ് അദ്ദേഹം അങ്ങനെ ഈ ആദ്യത്തെ ആമാടപ്പെട്ടിയുടെ രൂപത്തിലാണ് ഇത് വന്നിരിക്കുന്നത്, തിരുവാഭരണ പെട്ടി. അപ്പൊ തിരുവാഭരണ പെട്ടിയിൽ ഈ മീശയോടും കിരീടത്തോടും കൂടിയ തിരുമുഖം, ആ തിരുമുഖത്തോടു കൂടി തന്നെ പൂർണ്ണ പുഷ്കല വിഗ്രഹങ്ങളും ലക്ഷ്മി രൂപവും. അത് നമുക്ക് സംശയമുണ്ട്, കാരണം നൈഷ്ഠിക ബ്രഹ്മചാരിയാണ് ശബരിമലയിലെ പ്രതിഷ്ഠ. ആ സമയത്ത് പൂർണ്ണ പുഷ്കല വിഗ്രഹങ്ങളുടെ സാങ്കത്യവും പ്രസക്തിയും വളരെയേറെ പ്രാധാന്യമുള്ളതാണ്. അതുകൂടാതെ ഒരു യോദ്ധാവിന് വേണ്ടായ അരപ്പട്ട, ചുരിക, വാൾ, കടുവ, പുലി തുടങ്ങിയവയുടെ രൂപങ്ങളും അതിനകത്തുണ്ട്. അത് രൂപങ്ങൾ മാത്രമാണ്. അതുകൂടാതെ രണ്ടാമത്തെ പെട്ടിയിൽ കലശങ്ങൾ നടത്താനുള്ള കുംഭങ്ങളാണുള്ളത്. കലശങ്ങൾ നടത്താനുള്ള കുംഭങ്ങൾ എന്ന് പറയുമ്പോൾ ഒരുപാട് കലശങ്ങൾ, ഒരുപാട് അഭിഷേകങ്ങൾ സന്നിധാനത്ത് നടക്കാനുണ്ട്. ഇതിന് ശേഷം, ഈ 5 ദിവസത്തെ പൂജയ്ക്ക് ശേഷം കളഭാഭിഷേകം നടത്താനുണ്ട്. ഈ കളഭാഭിഷേകം കൊട്ടാരത്തിൽ നിന്ന് പ്രത്യേകം തയ്യാറാക്കി കൊണ്ടുവന്ന കളഭത്തിൽ അഭിഷേകം ചെയ്യുന്നതാണ്. അതിനുള്ള അഭിഷേകം ചെയ്യാനുള്ള കുംഭങ്ങളാണ്, പാത്രങ്ങളാണ് രണ്ടാമത്തെ വെള്ളിപ്പെട്ടിയിലുള്ളത്. മൂന്നാമത്തെ പെട്ടിയിലുള്ളത് അത് കൊടിപ്പെട്ടി എന്നറിയപ്പെടും. കൊടിപ്പെട്ടി ചുവപ്പും കറുപ്പും നിറത്തിലുള്ള കൊടികളും, അതുകൂടാതെ 2 വസ്തുക്കൾ കൂടി അതിൽ അടക്കം ചെയ്തിട്ടുണ്ട്. ഒന്ന്, ഈ ബിംബത്തിൽ ഉറയായി ഉപയോഗിക്കാനുള്ള ഒരു ഉറ, ബിംബത്തിൽ ഉപയോഗിക്കാനുള്ള ഒരു ഉറ അതിനകത്തുണ്ട്. അതുകൂടാതെ ആന ചന്തം എന്ന് പറയുന്നത് പോലെ ഒരു നെറ്റിപ്പട്ടം, ആനയുടെ നെറ്റിപ്പട്ടം നമുക്ക് എല്ലാവർക്കും വളരെ പരിചിതമാണ്. ആനയുടെ നെറ്റിപ്പട്ടം പോലെ നെറ്റിപ്പട്ടം അതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഈ 3 പേടകങ്ങളും വഹിച്ചുകൊണ്ട് വ്രതനിഷ്ഠയോടുകൂടി വളരെ കാലം അവിടെ ഈ മിക്കവാറും ഇതിൽ കൊണ്ടുവരുന്നവരൊക്കെ, ഈ പേടകങ്ങൾ കൊണ്ടുവരുന്നവരൊക്കെ തന്നെ വളരെ കാലമായി ഈ ഒരു നിഷ്ഠ അനുഷ്ഠിച്ചു വരുന്നവരാണ്. അപ്പൊ ഈ കാലത്തും അവർ വ്രതമനുഷ്ഠിക്കുന്നുണ്ട്. ഈ വ്രതമനുഷ്ഠിച്ച് പന്തളം കൊട്ടാരത്തിൽ നിന്ന് പുറപ്പെടുകയാണ്. ധനു 28, നേരത്തെ സൂചിപ്പിച്ച പോലെ ധനു 28 പുറപ്പെട്ടു. മകരം 1-ാം തീയതി മകര സംക്രമ വേളയിൽ ഇവിടെ എത്തുകയാണ്. ആ സർവാഭരണ വിഭൂഷിതനായിട്ടുള്ള അയ്യപ്പനെ അണിഞ്ഞ് ഭക്തസഹസ്രങ്ങളുടെ, ഭക്തകോടികളുടെ ആഗ്രഹത്തിന്റെ സഫലീകരണത്തിന്റെ പരമകാഷ്ഠയാണ് ഈ സർവാഭരണ വിഭൂഷിതനായിരിക്കുന്ന അയ്യപ്പ വിഗ്രഹം.
എല്ലാവരും നേരത്തെ നമ്മൾ റിപ്പോർട്ടർമാർ സൂചിപ്പിച്ചു കഴിഞ്ഞു, ഭക്തസഹസ്രങ്ങൾ കോടികൾ അവിടെയുണ്ട്. ഓരോ ഭക്തന്റെയും കണ്ഠങ്ങൾ വൈഷ്ണവ സങ്കല്പത്തിൽ പറയുന്നത് ശംഖമായി മാറി. ആ ശംഖധ്വലിയിൽ ആ ഷടാക്ഷരി മന്ത്രം ശരണമയ്യപ്പ ശരണമയ്യപ്പ എന്ന ഷടാക്ഷരി മന്ത്രം, സ്വാമിയെ ശരണമയ്യപ്പ എന്ന മന്ത്രങ്ങൾ മാത്രം മുഖരിതമാകുന്ന ആ അന്തരീക്ഷത്തിൽ